ഉള്ളത് സൂക്കിൻ്റെ തൊട്ട് പുറത്തൊരു പാലസ് ഉണ്ട്, ഖസർ ഇബ്ൻ റുമാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇത് ആക്ച്വലി മഡിൽ ഉണ്ടാക്കിയ ഒരു കാസിലാണ്. മഡിൽ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1916 ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് 1919 ഇത് തീർന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആ ടൈമിൽ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രിൻസ് ഷെയ്ഖ് അബ്ദുൽ കരീം ബിൻ ഇബ്ൻ റുമാൻ. അപ്പം അവരാണ് ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ എന്താ പറയുക, ഖസർ ഇബ്ൻ റുമാൻ പാലസ്. സോ അതുകൊണ്ടാണ് ഇതിന് ഖസർ ഇബ്ൻ റുമാൻ എന്നുള്ള പേര് വന്നത്. പിന്നെ ഈ ഒരു പാലസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഞാൻ മുമ്പ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നജദ് ആർക്കിടെക്ചർ, ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വലിയൊരു മെയിൻ ഡോർ ഉണ്ട്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് തമാരിസ്ക് വുഡിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൽ ആക്ച്വലി അയൺ റോഡ് ഉണ്ട്, ലൈക്ക് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അയൺ റോഡില്ലേ, അത് ആക്ച്വലി അലൂലാലെ ഹിജാസ് റെയിൽവേ ട്രാക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയത് എന്നാണ് ഇവരിതിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു എന്താ പറയുക, ഇൻഫർമേഷൻ ഡെസ്ക്, ഓക്കെ, അതിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാലസിന്റെ പുറത്ത് ഗെറ്റാല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് അത്. അപ്പോൾ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഗണ്ണിട്ടിട്ട് താഴേക്ക് ഷൂട്ട് ചെയ്യുന്നതാണ് സംഭവം. കണ്ടല്ലേ. അപ്പോൾ നമ്മൾ പാലസിൽ കയറിയ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു പള്ളിയാണ്. സോ ഇതിന് സമ്മർ മോസ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്മർ മോസ്ക് എന്ന് എന്തുകൊണ്ട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സമ്മറിന് കാറ്റ് വരുന്ന രീതിയിൽ ചൂടെടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിസ്കരിക്കുന്ന കിബില ഡയറക്ഷനൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഓപ്പൺ പള്ളി. പിന്നെ ഇതിന് ആക്ച്വലി പറഞ്ഞെങ്കിൽ വേറൊരു ഡോർ ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗവർണർ അവർ മരിച്ചതിൽ പിന്നെ ഇത് അവർ ക്ലോസ് ചെയ്തു, ജസ്റ്റ് ഒരു ഡോർ മാത്രമേ ഉള്ളൂ ഇപ്പം അടുത്തേക്ക്. അപ്പം ഇവിടെ സമ്മറിൽ ഇപ്പം ചൂടെടുക്കുന്ന സമയത്ത് അധികം ചൂടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് ആണ് അവരവിടെ നിസ്കരിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ട് ചെറിയൊരു ഹോൾസ് പോലെ. അപ്പോൾ അത് ആക്ച്വലി വെളിച്ചം വരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ വെളിച്ചത്തിന് ആവശ്യമില്ല, ഇതിൽ കൂടി ഓൾറെഡി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു രണ്ട് ഹോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അത് മൂടിയിട്ടുണ്ട്. നമ്മൾ പള്ളി കണ്ടില്ലേ, പള്ളി കണ്ട് പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കിട്ടുന്നത് ഒരു വലിയൊരു റൂമാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ മജ്ലിസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗവർണറിൻ്റെ മജ്ലിസ്. വലിയ മജ്ലിസ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഏരിയ കാണുന്നില്ലേ, ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് കുക്ക് ചെയ്യാനും, സമ്മറിൻ്റെ സമയത്ത് കുക്ക് ചെയ്യാൻ, ലൈക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാനും, വിൻ്ററിൽ എന്താ തീയിട്ട് നമ്മൾ ഒരു വാമിന് വേണ്ടിയിട്ട് തീയിടൂലേ, അതിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയ ആണിത്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇത് ആക്ച്വലി ഇതിൻ്റെ റൂഫ് ഭയങ്കര മേലെയായിട്ടാണ് വരുന്നത്. അപ്പം ആ റൂഫ് മേലെ ആയതിനും പിന്നെ അവിടെ നിങ്ങൾക്ക് ട്രയാങ്കുലർ വിൻഡോസ് കാണും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യുമ്പോഴേക്കും പിന്നെ വിൻ്ററിൽ തീയിടുമ്പോഴേക്കും അതിൻ്റെ പുക പോകാനും ഫ്രഷ് എയർ വരാനുമാണ് ഇതിൻ്റെ റൂഫ് ഹൈ ആക്കിയിരിക്കുന്നതും പിന്നെ ട്രയാങ്കുലർ വിൻഡോസ് ഉണ്ടാക്കിയിരിക്കുന്നതും. പിന്നെ ഇവിടെ സ്ക്വയർ വിൻഡോസ് ഉണ്ട്, അത് ലൈറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ ഓരോ കമ്പ് ഇവിടെ ഈ റൂമിന് ചുറ്റും ഉണ്ട്. ഓക്കെ, റൂമിന് ചുറ്റും മാത്രമല്ല, ഇവിടെ ഒരു നമ്മളെ കുന്തില്ലേ, എന്തെങ്കിലും പറയാ, പില്ലർ, പില്ലറിനുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ട് കാലത്ത് ഇത് മഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മൊത്തം ഇത്. അപ്പം ആ മഡ് ഉണങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇവർ അതിനകത്തേക്ക് ഇതിനെ കുത്തിയിട്ട് വെക്കും. അപ്പാണ് അറിയില്ല മഡ് ഉണങ്ങിയോ ഇല്ലയോ എന്ന് ആ ഒരു സമയത്ത് അറിയുന്നത്. പിന്നെ ഈ പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നത് ഇപ്പാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇതിപ്പോൾ റിനോവേഷൻ ടൈമിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മഡായിട്ട് ഞാൻ ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇവരിത് ഉണങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ട് കുത്തുന്ന സാധനം ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ പിന്നെ ഇത് ഇവർ എടുക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൽ പിന്നെ ലാൻറ്റേൺ തൂക്കും, പിന്നെ ഇവരെ എന്താ കത്തിയും വാളും അതൊക്കെ തോക്കൊക്കെ തൂക്കിയിടുന്ന ഒരു സംഭവമായിട്ടാണ് ഇവർ പിന്നെ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഹാങ്ങറൊക്കെ യൂസ് ചെയ്യൂലേ ഡ്രസ്സ് തൂക്കി വെക്കാൻ, അതുപോലെ. അപ്പം മജ്ലിസിൻ്റെ ഈ ഒരു ഏരിയ, ഓക്കെ, ഇപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയാണ് ഗവർണർ ഇരിക്കുന്ന സ്ഥലം, പ്രിൻസ് ഇരിക്കുന്ന സ്ഥലമാണിത്, ഈ മജ്ലിസിൻ്റെ ഈ ഒരു ഏരിയയിൽ.
നമ്മൾ ഇനി പോകുന്നത് വിന്റർ മോസ്കിലാണ്. അപ്പം അത് പറയാൻ പറഞ്ഞത് ഇവിടെ 2 മോസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടത് സമ്മർ മോസ്ക്, ഇപ്പം ഇതാണ് വിന്റർ മോസ്ക് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പം വിന്റർ മോസ്ക് കണ്ടില്ലേ, ഫുൾ ക്ലോസ്ഡ് ആണ്. അപ്പം തണുപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ട്രയാങ്കുലർ വിൻഡോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ കിബിലക്കുള്ള ഡയറക്ഷൻ. പിന്നെ ഇതിന് വേറൊരു ഡോർ ഉണ്ട് ആക്ച്വലി എൻട്രൻസിലേക്ക് പോകുന്നത്, പക്ഷെ ഇപ്പം അത് ക്ലോസ്ഡ് ആണ്. അത് ഗവർണർ മരിച്ച സമയത്ത് അതിൽ പിന്നെ തന്നെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പാലസിന്റെ കോർട്ട്യാർഡിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പം കോർട്ട്യാർഡിന്റെ സൈഡിലുള്ള വാൾസ് ഉണ്ടല്ലോ, അത് 2 ലെയേഴ്സ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ലെയർ 6 മീറ്റർ ഹൈറ്റിലും മറ്റേത് 11 മീറ്റർ ഹൈറ്റിലും. പിന്നെ അതിന്റെ വീതി എന്ന് പറയുമ്പോൾ 1.5 to 2 മീറ്റേഴ്സ് അല്ലേ, 2 meters അത്ര ഇതിലാണ് ആ വാള് കെട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും, അത് ആക്ച്വലി ഇവിടുത്തെ ഗവർണർ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, അവരെ ഗ്രാൻഡ് ഫാദറിൻ്റെതാണ് ആ കാണുന്ന പാലസ്. അപ്പം അത് 260 ഇയേഴ്സ് ഓൾഡ് ആണ് ആ പാലസ് കാണുന്നത്. അപ്പം ഇതിവിടുത്തെ പ്രിസൺ ആയിരുന്നു. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അവർ പറഞ്ഞു അതിനകത്ത് റിനോവേഷൻ നടക്കുകയാണ്, സോ നമുക്ക് അതിനകത്ത് പോകാൻ പറ്റൂല. പിന്നെ ഈ ഒരു നമ്മൾ നേരത്തെ വിന്റർ മോസ്ക് കണ്ടില്ലേ, അതിനടുത്തായിട്ട് ഗാർഡ്സ് റൂമൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ്, ഇതും ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും അടിപൊളി ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് വരാം, അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.